എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു വിശ്വാസികളുടെ വീടുകളിൽ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നവരാണല്ലോ. കൂടുതൽ പേരും സന്ധ്യയ്ക്കാണ് വിളക്ക് തെളിയിക്കുന്നത്. കാരണം രാവിലെ ജോലി തിരക്കും സമയക്കുറവും കാരണം വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ സന്ധ്യയ്ക്കാണ് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത്. വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക. ശേഷം കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. ചില വീടുകളിൽ കാണുന്നത് കുളിക്കുന്നതിന് മുൻപ് നമ്മൾ തെളിയിക്കുന്ന വിളക്കെല്ലാം കഴുകി വെക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെളിയിക്കുന്ന വിളക്ക്, തട്ടം, കിണ്ടി ഇതെല്ലാം കഴുകി വെക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ നല്ലതായി കണക്കാക്കുന്നത്. വിളക്ക് കഴുകാനായിട്ട് പുളി, ചുടുകട്ടപ്പൊടി അതൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കൊന്നും ചുടുകട്ടപ്പൊടിയോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒരിക്കലും അടുക്കളയിൽ എച്ചിൽ പാത്രമോ സിങ്കിലോ ഒന്നും എച്ചിൽ പാത്രമോ കിടക്കാൻ പാടില്ല. അടുക്കള എച്ചിൽ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം ശുദ്ധിയാക്കിയിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം, നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അടിവസ്ത്രം എന്തായാലും ധരിച്ചിരിക്കണം. കാരണം അമ്മമാര്, നമ്മള് മുതിർന്ന അമ്മമാരൊക്കെ ചിലപ്പോൾ നൈറ്റിയൊക്കെ ഇട്ട് അടിവസ്ത്രം ധരിക്കാതെ വിളക്ക് തെളിയിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടിവസ്ത്രം ധരിച്ചിട്ട് വേണം വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. അതേപോലെ വീട്ടിൽ നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിളക്കിൽ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പൂക്കൾ, നമ്മളെ വീട്ടിലെ പൂക്കളായാൽ ഒരു പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് വേണം വിളക്കിൽ വയ്ക്കുവാനായിട്ട്. പ്രത്യേകിച്ച് പുറത്തു നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പൂക്കൾ കഴുകി വേണം നമ്മുടെ ഫോട്ടോസിലാണെങ്കിലും വിളക്കിലാണെങ്കിലും വയ്ക്കുവാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, വീടിന് പുറത്ത് ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവിക്ക് ഒരു ചെറിയ വിളക്ക് വച്ച് തെളിയിച്ചതിന് ശേഷം മാത്രമേ അകത്ത് നമ്മുടെ നിലവിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. മൂദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് മൂദേവിക്കൊരു വിളക്ക്, ഒരു ചിരാതോ വച്ച് വിളക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് പുതിയ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. നമ്മളെ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന പഴയ എണ്ണ ഒരു കുപ്പിയിലോ ആക്കി വെച്ച് അത് ഈ മൂദേവിക്കുള്ള വിളക്കിൽ ഒഴിച്ച് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സന്ധ്യയ്ക്കുള്ള ഒരു നെഗറ്റീവ് എനർജി എല്ലാം ആ ഒരു വിളക്കിൽ അബ്സോർബ് ആവുമെന്നാണ് ഒരു വിശ്വാസം. പണ്ട് മുതൽക്കേ അങ്ങനെ വീടുകളിൽ ചെയ്യാറുണ്ട്. പിന്നെ വിളക്കിൽ എത്ര തിരിയിടണം? വിളക്കിൽ ഒരിക്കലും ഒറ്റ സംഖ്യയിൽ തിരിയിടാൻ പാടില്ല. കാരണം ഒരു തിരിയിട്ട് വിളക്ക് തെളിയിച്ചാൽ ദാരിദ്ര്യം എന്നാണ് ഫലം. നിലവിളക്കുകളിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് വേണം തിരി ഇട്ട് വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ചാൽ അത് ഉത്തമ ഫലമാണ് കാണിക്കുന്നത്. ഇത് ഒരിക്കലും ഒറ്റ സംഖ്യയിൽ ഒരിക്കലും വിളക്ക് തിരിയിട്ട് തെളിയിക്കുവാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കില്ല. ചിലപ്പോൾ ലക്ഷ്മി വിളക്ക് മാത്രം ആയിരിക്കും. അപ്പോഴും ഇരട്ട തിരിയിട്ട് വേണം വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. അതേപോലെ ഒന്നിൽ കൂടുതൽ വിളക്കുകൾ പൂജാമുറിയിൽ തെളിയിക്കുന്നവരാണെങ്കിൽ ഒറ്റ സംഖ്യയിൽ വേണം വിളക്കുകളുടെ എണ്ണം വരുവാനായിട്ടും. വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂജാമുറിയിലാണെങ്കിൽ, ഇപ്പോൾ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിലും ഒരു ചെറിയ സ്റ്റൂളോ ഒരു ഡെസ്കിലോ ആയിരിക്കും വിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിൽ ഒരു തുളസി ഇലയും ഇട്ട് ആ വെള്ളം തളിച്ച് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പേ തളിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ ഏതെണ്ണ ഉപയോഗിച്ച് വേണം വിളക്ക് തെളിയിക്കാൻ?
നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നെയ്യ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരിക്കലും ദിവസം നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല. എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതേപോലെ തീപ്പെട്ടി ഉരച്ച് ഡയറക്റ്റായിട്ട് നിലവിളക്ക് തെളിയിക്കുവാൻ പാടില്ല. ഒരു കൊടി വിളക്കിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ആ വിളക്കാണ് നിലവിളക്കിൽ തെളിയിക്കാനുള്ളത്. അല്ലെങ്കിൽ കൊടി വിളക്കില്ലെങ്കിൽ ഒരു മൺചിരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ടതിന് ശേഷം ആ വിളക്ക് കത്തിച്ച് ആ വിളക്കിൽ നിന്നാണ് നിലവിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. വിളക്ക് കൊളുത്തുന്ന സമയത്ത് വീട്ടിലെ ലൈറ്റ്സ് ഫുള്ളും ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ വീട്ടിൽ ആദ്യം നിലവിളക്കിലെ പ്രകാശമാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമേ വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഇടാൻ പാടുള്ളൂ. അതേപോലെ കിണ്ടിയുടെ തുൻപ് കിഴക്ക് വശം നോക്കി വേണം വെക്കാൻ. ഒരിക്കലും തെക്ക് വശത്ത് കിണ്ടിയുടെ തുമ്പ് വരാൻ പാടില്ല. അതേപോലെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ആരോടും വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ പ്രാകുവാനോ പാടില്ല. സന്ധ്യയ്ക്ക് നമ്മളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിളക്കിലെ ദീപങ്ങൾ ഈശ്വര സാന്നിധ്യമായാണ് കണക്കാക്കുന്നത്. രാവിലെ ഉദയത്തിന് മുൻപും വൈകിട്ട് അസ്തമയത്തിന് മുൻപുമാണ് വിളക്ക് തെളിയിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയം. വിളക്ക് കെടുത്തുന്നതും ഒരു പൂവ് ഉപയോഗിച്ച് വേണം വിളക്ക് കെടുത്തുവാൻ. അല്ലാതെ ഊതിയോ കൈവീശിയോ ഒന്നും വിളക്ക് അണയ്ക്കുവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ല. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.